ഹലോ ഡിയേഴ്സ്, ഇന്നൊരു കിടിലം വെണ്ടക്ക കറിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. തേങ്ങ ചേർക്കാതെയാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിലും ഇതിൻ്റെ രുചി അപാരമാണ്. രാവിലെ അപ്പവും ഇടിയപ്പവും ഒക്കെ കഴിക്കാൻ ഈ കറി സൂപ്പറാണ്. ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ഈ കറി ഉണ്ടെങ്കിൽ ഒരു പറ ചോറുണ്ണാൻ പറ്റും. വേറെ ഒരു കറിയും വേണ്ട, ഇതൊരു കറി മാത്രം മതി. അതുപോലെ രാത്രി ചപ്പാത്തിക്കൊപ്പവും ഈ കറി തന്നെ മതി. ഒരിക്കൽ കഴിച്ചാൽ ഇതിൻ്റെ രുചി ഒരിക്കലും മറക്കില്ല. അപ്പോൾ ഇത്രയ്ക്ക് ടേസ്റ്റിൽ ഈ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് വീഡിയോയിലൂടെ കണ്ടു നോക്കാം. ചൂടായ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 250 ഗ്രാം വെണ്ടക്ക ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞിട്ട് 2 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തതാണ്. അത് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ വെണ്ടക്ക കഷ്ണങ്ങളെല്ലാം ബ്രൗൺ നിറമായി വരുന്നത് വരെ ഫ്രൈ ചെയ്യാം. മീഡിയം ഹീറ്റിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ വെണ്ടക്ക കഷ്ണങ്ങളിൽ ഇടയ്ക്കൊക്കെ ബ്രൗൺ നിറമായി മൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. വെണ്ടക്ക കഷ്ണങ്ങളൊക്കെ നല്ല സോഫ്റ്റുമായിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക. അപ്പോൾ ഞാൻ വെണ്ടക്ക കഷ്ണങ്ങളൊക്കെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെയിം പാനിൽ തന്നെ 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് 3-4 വെളുത്തുള്ളി ചതച്ചതും ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. 2 പച്ചമുളക് അറ്റം പിളർന്ന് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ പഴുത്ത പച്ചമുളകാണ് ഉണ്ടായത്, അതാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. പച്ച നിറത്തിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവാളയുടെ നിറമൊക്കെ ചേഞ്ച് ആവുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള പുളിവെള്ളം തയ്യാറാക്കാം. ഞാനിവിടെ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. ഇത് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ അഴിപ്പിച്ചെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നല്ലതുപോലെ മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യാം. ഒത്തിരി ഡ്രൈ ആയി പോകാതിരിക്കാനായിട്ട് 2 ടീസ്പൂൺ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. 2 മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കിട്ടും. അതുവരെ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഈ മസാലയുമായി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി തിളക്കുന്നത് വരെ മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യാം. നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടക്ക കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മസാലയുമായി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് ചേർക്കാം. പരിചയമില്ലാത്തവരാണെങ്കിൽ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിട്ട് അവസാനം ടേസ്റ്റ് നോക്കിയിട്ട് പോരാത്തത് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി വെണ്ടക്ക കഷ്ണങ്ങളൊക്കെ നല്ല സോഫ്റ്റ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം. 5 മിനിറ്റ് മീഡിയം ഹീറ്റിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. വെണ്ടക്ക കഷ്ണങ്ങളൊക്കെ സോഫ്റ്റായി കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് കശുവണ്ടി പാല് ചേർത്ത് കൊടുക്കാം. ഒരു 10 കശുവണ്ടി ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുത്താൽ ഇതുപോലെ പാലാക്കിയെടുക്കാം. കശുവണ്ടി പാല് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുത്ത് 2 മിനിറ്റ് ചൂടാക്കാം. നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ശർക്കര ചേർത്ത് കൊടുക്കാം. ഇതാണ് ഈ കറിക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആക്കുന്നത്. അതുപോലെ തേങ്ങാപ്പാലിന് പകരം കശുവണ്ടിപ്പാൽ ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. അല്പം ശർക്കര ചേർക്കുന്നതാണ് കേട്ടോ ഈ കറിക്ക്
അടിപൊളി ടേസ്റ്റ് ആക്കുന്നത്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി കടുകും ഉള്ളിയും വേപ്പിലയും മൂപ്പിച്ച് ഇതിലേക്ക് ചേർക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ബ്രേക്ക്ഫാസ്റ്റിനും ഉപയോഗിക്കാം, ലഞ്ചിനും ഉപയോഗിക്കാം, ഡിന്നറിനും ഉപയോഗിക്കാം. ഒരിക്കൽ ഈ കറി ഉണ്ടാക്കിയാൽ ഈ കറി വീണ്ടും വീണ്ടും ഉണ്ടാക്കും. അത്രയ്ക്ക് രുചിയാണ്. വെണ്ടക്ക ഒരു പാവം പച്ചക്കറി ആണെങ്കിലും നമ്മളുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള പോഷകഘടകങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. പിന്നെ ഇത് വളരെ കാലറി കുറവായ ഒരു ഫുഡ് ഐറ്റമാണ്. അപ്പോൾ സൂപ്പർ ഡൂപ്പർ കറിയായ ഈ വെണ്ടക്ക കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്